നമഃശിവായ. ജഗത് ജനനി മാതാ അമൃതാനന്ദമയി ദേവി. സുധാമണിക്ക് 20-21 വയസ്സ് കാണും. പക്ഷേ സാധന കൊണ്ട് ശുഷ്കിച്ച ദേഹമാകയാൽ 11-12 വയസ്സിൽ കൂടുതൽ മതിക്കുകയില്ല. പതിവ് പോലെ സുധാമണി പുല്ലു പറിക്കാൻ പോയിട്ട് മടങ്ങുകയായിരുന്നു. തലയിൽ പുൽക്കെട്ട്. വൈകിട്ട് 5 മണി സമയം. ഇടമണ്ണയിൽ വീട്ടിൻ്റെ തൊട്ടു തെക്കുവശത്തുള്ള പുത്തൻ പറമ്പിൻ്റെ പടിക്കലെത്തി. അവിടെ നിന്ന് ഭാഗവതം വായന നടക്കുകയായിരുന്നു. വായിക്കുന്നത് നാട്ടുകാരനായ ശ്രീനാരായണൻ. വായന തീരാൻ നേരത്തുള്ള ഭജന നടക്കുകയാണ്. സുധാമണി ഭജന കേട്ടു നിന്നു. പെട്ടെന്ന് ആകപ്പാടെ ഭാവമൊന്നു മാറി. പുൽക്കെട്ട് താഴെയിട്ടു. ഭജന നടക്കുന്നിടത്ത് കയറി ചെന്നു ഭക്തന്മാരുടെ നടുക്കു നിന്നു. കൈകൾ രണ്ടും ഭഗവത് മുദ്ര പിടിച്ചിട്ടുണ്ട്. ഭാവവും ചലനങ്ങളുമൊക്കെ കൊണ്ട് കൃഷ്ണൻ മുന്നിൽ വന്നു നിൽക്കുന്നു എന്ന് എല്ലാവർക്കും തോന്നി. ഭഗവൻ കുറച്ച് ശുദ്ധജലം വരുത്തി ആളുകളുടെ ദേഹത്ത് തീർത്ഥമായി തളിച്ചു. സുധാമണിയിൽ കൃഷ്ണൻ അനുഗ്രഹിച്ചു എന്ന വാർത്ത വേഗം പരന്നു. ആളുകൾ ഓടിക്കൂടി. എല്ലാവരിലും അത്ഭുതവും ജിജ്ഞാസയും വളർന്നു. കൃഷ്ണഭാവാരംഭത്തെപ്പറ്റി അമ്മ ഇങ്ങനെ പറയുകയുണ്ടായി. കൃഷ്ണഭാവം തുടങ്ങിയപ്പോൾ എനിക്ക് എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാവരും വന്ന് നമസ്കരിക്കുകയും ഭഗവാനെ എന്ന് വിളിക്കുകയും ചെയ്തു. ഞാൻ വലിയ ആളാണെന്ന് തോന്നിയില്ല. കൃഷ്ണനാണെന്ന ഭാവമുണ്ട്. പലരുടെയും മുഖം കണ്ടിട്ട് മനസ്സലിഞ്ഞു. ഈ ദുഃഖത്തിനൊക്കെ എന്തു പരിഹാരം എന്ന് ചിന്തിച്ചു. ഇതിനു മുമ്പും ഞാൻ കൃഷ്ണഭാവത്തിൽ നൃത്തം ചെയ്യുകയായിരുന്നു. പക്ഷെ വെളിയിലാരും കണ്ടിരുന്നില്ല. എനിക്ക് കൃഷ്ണനിൽ ലയിച്ചങ്ങ് പോയാൽ മതി എന്നായിരുന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേട്ടു, നീ എന്നെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷെ ഇതല്ല യഥാർത്ഥ ആശ്രയം. ലോകത്തിൽ അനേകം ദുഃഖിതരുണ്ട്. നിന്നെ കൊണ്ട് പലതും എനിക്ക് സാധിക്കാനുണ്ട്. ഇതിനടുത്ത ദിവസമാണ് പുത്തൻ വീട്ടിൽ നിന്ന് കൃഷ്ണഭാവം എല്ലാവരും കണ്ടത്. എല്ലാം ഈശ്വര നിശ്ചയം. ഭാവാസമയത്ത് ആളുകളുടെ ദുഃഖവും അതിൻ്റെ കാരണവും എനിക്ക് മനസ്സിലായി. ചിലർ വന്ദിച്ചു, ചിലർ നിന്ദിച്ചു. എനിക്കാരോടും പ്രത്യേകത തോന്നിയില്ല. നിന്ദിച്ചവരോട് വിരോധം തോന്നിയില്ല. ഈ ഭാവാവസ്ഥ എന്തെന്ന് അവർക്കറിഞ്ഞുകൂടല്ലോ. വന്നുകൂടിയവരെല്ലാം വിശ്വാസികളായിരുന്നില്ല. ചിലർ എതിർത്തുകൊണ്ട് പറഞ്ഞു, ഭഗവാനെന്ന് വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം കാണിക്കണം. സിദ്ധി കാണിച്ചാൽ വിശ്വസിക്കാം. കൃഷ്ണഭാവത്തിൽ നിൽക്കുന്ന സുധാമണി പറഞ്ഞു, സിദ്ധി കാണിച്ച് ആരെയെങ്കിലും വിശ്വസിപ്പിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എൻ്റെ മാർഗം അതല്ല. നിത്യത്തെ അറിയുകയും അറിയിക്കുകയുമാണ് എൻ്റെ ലക്ഷ്യം. സിദ്ധി മിഥ്യയാണ്, അതല്ല തത്വം. ഒരിക്കൽ സിദ്ധി കാണിച്ചാൽ നിങ്ങൾ വീണ്ടും ആവശ്യപ്പെടും. ഇല്ല, ഒരിക്കൽ സിദ്ധി കാണിച്ചാൽ മതി, പിന്നെ നിർബന്ധിക്കില്ല, ആളുകൾ പറഞ്ഞു. എങ്കിൽ അടുത്ത കേട്ട നാളിൽ ഈ വീട്ടിൽ തന്നെ വായനയ്ക്ക് വരിക എന്ന് നിർദ്ദേശിച്ചു. അടുത്ത വായന ദിവസം മുൻകൂട്ടി തന്നെ ധാരാളം ആളുകൾ കൂടി. സിദ്ധി കാണിക്കുന്നതിൽ വല്ല കൃത്രിമവും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ചിലർ പുരയുടെ തട്ടിൽ കയറി താഴേക്ക് സൂക്ഷിച്ചു നോക്കി കാവലിരുന്നു. അന്നും സുധാമണി കൃഷ്ണഭാവം കൈക്കൊണ്ടു. കുറച്ച് ശുദ്ധജലം ആവശ്യപ്പെട്ടു. ആൾക്കൂട്ടത്തിൽ ഒരാൾ ഒരു മൊന്ത പച്ചവെള്ളം കൊണ്ടുവന്നു. ആദ്യം മൊന്തയിൽ നിന്ന് കുറെ പച്ചവെള്ളമെടുത്ത് തീർത്ഥമായി കുടഞ്ഞു. പിന്നെ സുധാമണി ഒരു സംശയാലുവിനെ കൊണ്ട് മൊന്തയിൽ കൈ തൊടുവിച്ചിട്ട് പ്രസാദം നൽകിയപ്പോൾ തനി പാൽ. വീണ്ടും വേറൊരാളെ കൊണ്ട് മൊന്തയിൽ കൈ തൊടുവിപ്പിച്ച ശേഷം മൊന്ത കൈമാറി. മൊന്ത നിറയെ ഒന്നാന്തരം പഞ്ചാമൃതം. നല്ല വാസന. ഭഗവാൻ അവരുടെ സങ്കല്പം സാധിച്ചു കൊടുത്തു എന്ന് ബോധ്യപ്പെടുത്താനാണ് സ്വയം പാത്രത്തിൽ തൊടാതെ ആളുകളെ കൊണ്ട് തന്നെ തൊടുവിപ്പിച്ചത്. അവിടെ കൂടി നിന്ന അനേകം പേർക്ക് വാരി വാരി കൊടുത്തിട്ട് ആ കൊച്ചു മൊന്തയിൽ വീണ്ടും പഞ്ചാമൃതം ശേഷിച്ചു. പടിഞ്ഞാറ് കടൽ തീരത്തുള്ള ആൽത്തറയിൽ കുറച്ചു പേർ ഇരുന്നിരുന്നു. അവർക്കും പ്രസാദം കൊണ്ടുചെന്നു കൊടുത്തു. എത്ര വിളമ്പിയിട്ടും പാത്രത്തിൽ പഞ്ചാമൃതം അവശേഷിച്ചു. അത്ഭുതകരമായ രീതിയിൽ പഞ്ചാമൃതം ഉണ്ടായത് അനേകം പേർ നേരിൽ കണ്ടു. അവരെല്ലാം സുധാമണിയുടെ ദിവ്യത്വത്തിൽ വിശ്വസിച്ചു.
കുറേ ദിവസത്തേക്ക് ആ പഞ്ചാമൃതത്തിൻ്റെ മണം കൈകളിൽ നിന്നതിനാൽ പഞ്ചാമൃതമെടുത്തത് കൺകെട്ടുമൊന്നുമല്ലെന്ന് എല്ലാവർക്കും ബോധ്യമായി. ചിലർ ദുഃഖനിവൃത്തിക്ക് അപേക്ഷിച്ചപ്പോൾ കർപ്പൂരം കത്തിച്ച് നാവിലിടാൻ സുധാമണി കൃഷ്ണഭാവത്തിൽ നിർദ്ദേശിച്ചു. സങ്കട പരിഹാരത്തിൻ്റെ സങ്കല്പത്തോടെ പലരും കർപ്പൂരം കത്തിച്ച് കുഞ്ഞിൻ്റെ നാവിലിട്ടു. സുധാമണിയുടെ നാവിലിട്ടു. നീട്ടിയ നാക്കിൽ കത്തിനിന്ന കർപ്പൂരം അഗ്നിയോടെ വിഴുങ്ങുകയും ചെയ്തു. ഭാവം തീർന്നപ്പോൾ വായിൽ ഒട്ടും പൊള്ളൽ കാണപ്പെട്ടില്ല. സുധാമണിയിൽ കൃഷ്ണന്റെ അനുഗ്രഹം യഥാർത്ഥമാണെന്ന് ബോധ്യമാകാൻ ഇത് സഹായിച്ചു. വാർത്ത വളരെ വേഗം പരന്നു. കൃഷ്ണഭാവം കാണാൻ വളരെ ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ വരാൻ തുടങ്ങി. ദുഃഖപരിഹാരത്തിന് വന്നവരുണ്ട്, ജിജ്ഞാസ കൊണ്ട് വന്നവരുണ്ട്, രസത്തിന് വന്നവരുണ്ട്, കള്ളത്തരമാണെങ്കിൽ കണ്ടുപിടിക്കണമെന്ന് കരുതി വന്നവരുണ്ട്. ആധ്യാത്മിക കൃഷിക്ക് നിലം ഉഴുതുമറിഞ്ഞു എന്ന് പറയാം. ഈശ്വരപരമായ കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ലാതിരുന്ന ജനങ്ങളുടെ ഇടയിൽ കൃഷ്ണൻ ഒരു നിരന്തര ചർച്ചാ വിഷയമായി. ഹരി ഓം നമഃ ശിവായ.